ഹലോ ഗായ്സ്, എല്ലാവർക്കും എ വാക്ക് വിത്ത് ഹോക്കറാസ് എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രചോദനം പല സ്ഥലത്തും കിട്ടും, മോട്ടിവേഷൻ. പക്ഷെ അതൊരു തീപ്പെട്ടി പോലെയാണ്, തീപ്പെട്ടിയിലെ തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. അത് കിട്ടുമ്പോൾ നമുക്കൊരു സ്പാർക്ക് ഉണ്ടാവും, പെട്ടെന്ന് കത്തും, പെട്ടെന്ന് തീരും. പക്ഷെ നമുക്ക് വേണ്ടത് മോട്ടിവേഷനേക്കാൾ ഉപരി ഡിസിപ്ലിനാണ്. എന്ത് കാര്യവും ഡിസിപ്ലിനായിട്ട് ചെയ്യുക. നമ്മൾ പല ഇംഗ്ലീഷ് സിനിമകളിലും കേട്ടിട്ടില്ലേ, ഈസ് മൈ ഡിസൈപ്പിൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകൾ ഡിസിപ്ലിനായിരിക്കുന്നത് 5 നേരം ഡിസിപ്ലിനോടുകൂടി ആ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ്, നിസ്കരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, അവർ പ്രാർത്ഥിക്കുന്നത് കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ്. പ്രാർത്ഥന വളരെ വേണ്ടപ്പെട്ടൊരു ഘടകമാണ് ജീവിതത്തിൽ. അതേപോലെ തന്നെ അതൊരു അർത്ഥനയാണ്, അതൊരു പ്രവൃത്തിയാണ്. അതേപോലെ ദുആ ഇരക്കുന്നത്, നമ്മൾ ദുആ ഇരക്കുന്നത് 2 കാറ്റഗറി ആയിട്ട് ഞാനൊന്ന് വിഭജിച്ച് പറയാം. നമുക്ക് പടച്ചവനോട് ചോദിക്കാം എല്ലാ കാര്യങ്ങളും. അള്ളാഹു എനിക്ക് അങ്ങനെ ആക്കി തരണമേ, ഇങ്ങനെ ആക്കി തരണമേ, എൻ്റെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ എന്നൊക്കെ ചോദിക്കാം. എന്നാൽ ഈ ഹലാലായ മുറാദുകൾ ഹാസിലാവണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, ആക്ഷനും കൂടെ വരേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയുള്ള ആക്ഷൻ? ആ മുറാദുകൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ. അപ്പോൾ ചിലർ സമ്പത്താണ് ചോദിക്കണമെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുക്കണ്ടേ? ആ ആക്ഷൻ എടുക്കാനായിട്ട് നമുക്ക് ശരീരം തന്നേക്കുന്നതും അതിനെ ചലിപ്പിക്കുന്നതെല്ലാം പരിശുദ്ധമായ റബ്ബാണ്. അപ്പോൾ നമ്മൾ ആക്ഷനോട് കൂടി തന്നെ ദുആയും കൂടെ ചെയ്യുമ്പോൾ ഓരോ പ്രവൃത്തിയും, ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പദ് സമൃദ്ധി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ, പടച്ചവനോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നിട്ട് ആ സ്ഥാപനത്തിന് വേണ്ട പ്രവൃത്തികൾ, അതിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ ഏറ്റവും നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ മാത്രമാണ് ആ ദുആ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ദുആ ഇരക്കാനുള്ളതാണ്. ഒന്ന് പടച്ചവനോടും, രണ്ടാമത്തതായി ഇരക്കുന്ന ആ പ്രവൃത്തി വരുന്നത് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇങ്ങനത്തെ എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് കാര്യങ്ങൾ പറഞ്ഞത്, ദുആനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളെല്ലാവരും മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനം ഉള്ളപ്പോഴൊക്കെയാണ് മൂളിപ്പാട്ട് ജനിക്കുള്ളൂ എന്ന് മുഹമ്മദ് ജലാലുദ്ദീൻ റൂമി പറഞ്ഞിട്ടുണ്ട്. ഇൻ എ ചാൻസ് ഓഫ് ഹമ്മിങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷനിൽ. അവിടെയും എന്താ പറയുക, ദാർശനികന്മാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഹിസ്റ്ററി, നമ്മൾ നമ്മുടെ തന്നെ ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവരും അതേപോലെ വിജയിച്ചവരായിട്ടും കണ്ടിട്ടുള്ളൂ. ഡിസിപ്ലിൻ ഇല്ലാതെ, അല്ലാതെ ഹിസ്റ്ററി, നമുക്കൊരു പാസ്റ്റ് ഉണ്ട്, ആ പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നവരല്ല, അത് ആലോചിച്ച് അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അത് തിരുത്തി മുന്നേറുന്നവരാണ് ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നെൻ്റെ ശുഭദിനം നേരുന്നു. ഇതുപോലുള്ള കോട്സുമായിട്ട് ഞാൻ വരാം. മോട്ടിവേഷണൽ കോട്സ് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയുക അലൈൻമെന്റ് എന്നുള്ളൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. ഞാൻ അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒപ്പം അലൈൻഡ് ആവാനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോക്ക് ഞാനിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇറ്റ്സ് മീ ഷാഹിദ്, സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്.